നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പശ്ചിമ ബംഗാൾ തെരഞ്ഞെടുപ്പ് ചരിത്രം കുറിച്ചുകൊണ്ട് റെക്കോർഡ് നിലയിലേക്ക് ആ സംസ്ഥാനത്തെ വോട്ടിംഗ് ശതമാനം കഴിഞ്ഞ ദിവസം പോയിരുന്നു. 92.25% ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് ബംഗാളിലെ വോട്ടിംഗ് ശതമാനം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗികമായ കണക്കുകൾ പുറത്തു വന്നിട്ടില്ലെങ്കിലും 92.25% പോളിംഗ് സംസ്ഥാനത്ത് ഏകദേശം നടന്നു എന്നാണ് ഇതുവരെയുള്ള കണക്കുകൾ. ഇത് സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനമാണ്. ഇതുവരെ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയത് 2011 അന്ന് 84.46% പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നു. അന്ന് 34 വർഷത്തെ ഭരണം അല്ലെങ്കിൽ കുത്തക ഭരണം അവസാനിപ്പിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണം നഷ്ടപ്പെട്ട തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു. ഏതായാലും സംസ്ഥാനത്ത് വലിയ തരംഗം, അതിനേക്കാൾ വലിയ തരംഗം ആഞ്ഞു വീശി എന്ന് വ്യക്തമാണ്. രണ്ട് പാർട്ടികൾ തമ്മിലാണ് ബംഗാളിലെ പ്രധാനമായി മത്സരം നടക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ ഇത്രയധികം പോളിംഗ് വന്നത് ഒരു വലിയ തരംഗത്തിന്റെ സൂചനയാണ് എന്ന് കണക്ക് കൂട്ടുന്നു. എന്തായാലും ഈ ഉയർന്ന പോളിംഗ് ശതമാനം ആർക്ക് അനുകൂലമാകുമെന്ന ചർച്ചകൾ സംസ്ഥാനത്ത് പുരോഗമിക്കുകയാണ്. ഇതിനിടയിലാണ് സംസ്ഥാനത്തിന്റെ ഭരണം വളരെ കൃത്യമായി BJP ഇത്തവണ പിടിക്കും, വലിയ ഭൂരിപക്ഷം BJPക്ക് ലഭിക്കും എന്ന പ്രസ്താവനയുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രംഗത്തെത്തുന്നത്. 152 മണ്ഡലങ്ങളിലാണ് പശ്ചിമ ബംഗാളിൽ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് നടന്നത്. ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ ദിവസം നടന്നത്. 142 മണ്ഡലങ്ങൾ ഇനിയും ശേഷിക്കുന്നുണ്ട്. അത് രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് 29-ാം തീയതി നടക്കും. എന്തായാലും ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൽ 152 മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഇതിൽ 142 മണ്ഡലങ്ങളിലും BJP വിജയിച്ചു കഴിഞ്ഞു എന്ന പ്രസ്താവനയാണ് ഇപ്പോൾ അമിത്ഷാ നൽകുന്നത്. കഴിഞ്ഞ രാത്രി മുഴുവൻ നമ്മുടെ BJPയുടെ പ്രവർത്തകർ അല്ലെങ്കിൽ BJPയുടെ ഭാരവാഹികളെല്ലാം അതാത് മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകളുടെ ഒരു വിശകലനം നടത്തുകയായിരുന്നു. ഓരോ ബൂത്തുകളിൽ നിന്നും വിശദാംശങ്ങൾ ലഭിച്ചു. അതിന്റെ കണക്കനുസരിച്ച് ഇന്ന് രാവിലെയോടുകൂടി സംസ്ഥാന നേതൃത്വത്തിന് ഏകദേശ കണക്കിലെത്താൻ കഴിഞ്ഞു എന്നാണ് അമിത്ഷാ പറയുന്നത്. കഴിഞ്ഞ ദിവസം മുഴുവൻ ഉറക്കമിളച്ചിരുന്നാണ് BJPയുടെ കീഴ്ഘടകം മുതൽ മേൽത്തട്ട് വരെ കണക്കുകളുടെ ക്രോഡീകരണം നടന്നത്. അതിനുശേഷമാണ് അമിത്ഷാ ഇത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് കണക്കുകൾ ഇതിനു മുന്നേയും പറഞ്ഞിട്ടുണ്ട്. അതായത് ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും അമിത്ഷായ്ക്ക് ഒരു കണക്ക് കൂട്ടൽ ഉണ്ടാകും. ആ കണക്ക് കൂട്ടൽ അദ്ദേഹം പറയുകയും ചെയ്യും. ആ കണക്ക് കൂട്ടലിൽ നിന്നും വലിയ വ്യത്യാസമൊന്നും അന്തിമ ഫലം വരുമ്പോൾ ഉണ്ടാവുകയില്ല. അതാണ് അമിത്ഷായുടെ ഒരു രാഷ്ട്രീയ പാരമ്പര്യം. അതേ അമിത്ഷാ തന്നെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അല്ലെങ്കിൽ കഴിഞ്ഞ 2 ദിവസമായി സംസ്ഥാനത്ത് പശ്ചിമ ബംഗാളിൽ ക്യാമ്പ് ചെയ്യുകയാണ്. കേന്ദ്രസേനയുടെ വിന്യാസവുമായി ബന്ധപ്പെട്ടൊക്കെ ആഭ്യന്തരമന്ത്രി എന്ന നിലയിലും BJPയുടെ ഒരു പ്രധാനപ്പെട്ട ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് എന്ന നിലയിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംസ്ഥാനത്ത് ക്യാമ്പ് ചെയ്തത്. ഇങ്ങനെ അമിത്ഷായുടെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ ദിവസം നടന്ന 152 മണ്ഡലങ്ങളിലും പോളിംഗിന് ശേഷം നിർണായകമായ അവലോകനങ്ങൾ നടന്നത്. ഈ അവലോകനങ്ങളിൽ നിന്നാണ് ഓരോ ഘടകങ്ങളിൽ നിന്നും ചെറു ഘടകങ്ങളിൽ നിന്നും ലഭിച്ച കണക്കുകൾ ക്രോഡീകരിച്ചുകൊണ്ട് 142 സീറ്റുകളിൽ വിജയിക്കും എന്ന് ഇപ്പോൾ അമിത്ഷാ പറഞ്ഞിരിക്കുന്നത്. 294 അംഗ നിയമസഭയാണ് ബംഗാളിലുള്ളത്. 148 സീറ്റുകൾ കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമാണ്. ഇനിയും 142 മണ്ഡലങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ 142 മണ്ഡലങ്ങളിൽ തങ്ങൾക്ക് വിജയസാധ്യതയുണ്ട് എന്ന് BJP കണക്കുകൾ പരിശോധിച്ച് പറയുമ്പോൾ വലിയ വിജയം BJP നേടുമെന്ന അവകാശവാദമാണ് അവിടെ ഉയർന്നു വരുന്നത്. 142 മണ്ഡലങ്ങളിൽ അടുത്ത ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ 77 സീറ്റുകളും BJP പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ വന്നാൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി കേവല ഭൂരിപക്ഷം കടന്നുള്ള ഒരു സംഖ്യയിൽ BJPക്ക് വിജയസാധ്യത കൽപ്പിക്കപ്പെടുന്നു ഈ കണക്കുകൾ അനുസരിച്ച്, അതായത് BJPയുടെ തന്നെ കണക്കുകൾ അനുസരിച്ച്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം നടന്ന 152 മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ 142 സീറ്റും BJPക്ക് ലഭിച്ചാൽ മമതാ ബാനർജിക്ക്, ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസിന് ആദ്യഘട്ടത്തിൽ വെറും 10 സീറ്റ് മാത്രമേ വിജയിക്കാനായുള്ളൂ എന്ന ചോദ്യം ബാക്കി നിൽക്കുകയാണ്. എന്തായാലും BJP വലിയ ശുഭപ്രതീക്ഷയിലാണ്. ഈ ഉയർന്ന ഒരു പോളിംഗ് ശതമാനം, ആ പോളിംഗ് ശതമാനം BJPക്ക് അനുകൂലമാണ് എന്നാണ് പാർട്ടി വിലയിരുത്തുന്നത്. വലിയ തരംഗം, വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരം അത് ബംഗാളിൽ ഉണ്ട് എന്നാണ് BJP ഇപ്പോൾ കണക്ക് കൂട്ടുന്നത്. എന്തായാലും അടുത്ത ഘട്ടം തിരഞ്ഞെടുപ്പ്
തെരഞ്ഞെടുപ്പ് 142 മണ്ഡലങ്ങളിലേക്ക് നടക്കാനിരിക്കുകയാണ്. 77 സീറ്റുകൾ BJP അവിടെയും പ്രതീക്ഷിക്കുന്നുണ്ട്. അതായത് 2011 ഏറ്റവും ഒടുവിലായി അവിടെ ബംഗാളിൽ ഒരു ഭരണമാറ്റം ഉണ്ടായത്. ആ ഭരണവിരുദ്ധ വികാരം അല്ലെങ്കിൽ അത്തരത്തിലൊരു ശക്തമായ ജനവികാരം ആഞ്ഞടിച്ചപ്പോൾ കടപുഴകി വീണത് 34 വർഷം ബംഗാളിനെ ഒരു കുത്തകയായി ഭരിച്ച കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ്. എന്ന് പറഞ്ഞാൽ അത്ര ശക്തമായ വിരുദ്ധ വികാരം സംസ്ഥാനത്തുണ്ടായപ്പോഴും അപ്പോൾ പോളിംഗ് ശതമാനം 84.5% മാത്രമായിരുന്നു. ഇപ്പോൾ പോളിംഗ് ശതമാനം 90 കടക്കുമ്പോൾ തീർച്ചയായും അതിലും വലിയ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് BJP കണക്കുകൂട്ടിയാൽ അതിൽ പക്ഷേ തെറ്റു പറയാൻ കഴിയില്ല. പക്ഷേ തൃണമൂൽ കോൺഗ്രസും ആത്മവിശ്വാസത്തിലാണ്. തൃണമൂൽ കോൺഗ്രസ് പറയുന്നത് ഇത് തങ്ങൾക്കനുകൂലമായ ഒരു വികാരമെന്നാണ്. മമതാ ബാനർജി എന്ന മുഖ്യമന്ത്രിക്ക് നൽകുന്ന ഒരു വലിയ പിന്തുണ എന്നൊക്കെയാണ് ഇതിനെ തൃണമൂൽ കോൺഗ്രസ് വിശേഷിപ്പിക്കുന്നത്. പക്ഷേ BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുകൂല ഘടകം എന്നത് വനിതാ സംവരണ ബില്ലിന്റെ അവതരണമായി മാറുകയാണ്. BJP എന്തായാലും ബംഗാൾ തിരഞ്ഞെടുപ്പിൽ വിജയിക്കുകയാണ് എങ്കിൽ വനിതാ സംവരണ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് ഏറ്റവും വലിയ പ്രയോജനം രാഷ്ട്രീയമായി BJPക്ക് ലഭിച്ചു എന്ന് വിലയിരുത്തേണ്ടി വരും. കാരണം വനിതാ സംവരണ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നു, പ്രതിപക്ഷത്തിന്റെ എതിർപ്പ് കാരണം ആ ബില്ല് പരാജയപ്പെടുന്നു. അതിനുശേഷം വലിയ രീതിയിലുള്ള പ്രചരണം BJP വിവിധ സംസ്ഥാനങ്ങളിൽ നടത്തിയിരുന്നു. രാജ്യം മുഴുവൻ അത്തരത്തിലുള്ള ഒരു പ്രചരണം നടത്തിയിരുന്നു. വനിതകൾക്ക് 33% സംവരണം ലോക്സഭയിലും നിയമസഭയിലും കൊണ്ടുവരാൻ BJP ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ വനിതകളെ ശാക്തീകരിക്കാനുള്ള ഒരു പുരോഗമന നിലപാട് BJP സ്വീകരിച്ചു. പക്ഷേ അതിന് തടസ്സം നിന്നത് ഈ കോൺഗ്രസും അതുപോലെ തന്നെ സഖ്യകക്ഷികളുമാണ് എന്നാണ് BJP കഴിഞ്ഞ കുറേ ദിവസങ്ങളായി രാജ്യത്തോട് പറയുന്നത്. പ്രത്യേകിച്ചും തമിഴ്നാട്ടിലും ബംഗാളിലുമെല്ലാം വലിയ തരത്തിലുള്ള തെരഞ്ഞെടുപ്പ്, വലിയ തരത്തിലുള്ള പ്രചരണം BJP ഇതുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നു. ഈ പ്രചരണത്തിന് ബംഗാളിൽ ചുക്കാൻ പിടിച്ചതാകട്ടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയായിരുന്നു. അതായത് ബംഗാളിൽ ഭരിക്കുന്നത് ഒരു വനിതാ മുഖ്യമന്ത്രിയാണ്. മമതാ ബാനർജി ഈ പാർട്ടിയുടെ ഒരു ശക്തയായ നേതാവാണ്. എന്നിട്ട് പോലും രാജ്യത്തെ വനിതകളെ മമതാ ബാനർജി വഞ്ചിച്ചിരിക്കുന്നു. രാജ്യത്തെ വനിതകളെ ശാക്തീകരിക്കാനുള്ള ഒരു നിയമനിർമ്മാണം സഭയിൽ വന്നപ്പോൾ കോൺഗ്രസുമായി ചേർന്ന് ആ ബില്ലിനെ എതിർത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണി ഈ തൃണമൂൽ കോൺഗ്രസ് മമതാ ബാനർജിയുമാണ് എന്നാണ് വോട്ടർമാരോട് BJP സംവദിച്ചത്. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ച് ആദ്യ സമയങ്ങളിലൊക്കെ വന്ന അഭിപ്രായ സർവേകളിൽ തൃണമൂൽ കോൺഗ്രസ് 4ാം തവണയും ഭരണം നിലനിർത്തും എന്നായിരുന്നു കണ്ടത്. എന്നാൽ പ്രചരണം പുരോഗമിക്കുമ്പോൾ പ്രചരണത്തിന്റെ അവസാന ഘട്ടങ്ങളിൽ പുറത്തിറങ്ങിയ ചില അഭിപ്രായ സർവേകളിൽ BJP ഭരണം പിടിക്കുന്നു എന്ന ഒരു ഫലവും പുറത്തു വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പ്രചരണം പുരോഗമിക്കും തോറും BJPക്ക് അനുകൂലമായ സാഹചര്യം സംസ്ഥാനത്ത് രൂപപ്പെടുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയാണ് എങ്കിൽ അവസാന ലാപ്പിൽ BJP കത്തിക്കയറിയത് ഈ വനിതാ സംവരണ ബില്ല് ഉപയോഗിച്ചുകൊണ്ടായിരുന്നു. അത് വനിതകളടക്കം യുവാക്കളുമടക്കം വലിയ രീതിയിൽ വോട്ട് ചെയ്യുന്നതിലേക്ക് കലാശിച്ചു. അതാണ് എങ്കിൽ തീർച്ചയായും BJPക്ക് അനുകൂലമായ ഒരു ഘടകമായി ഈ പോളിംഗ് ശതമാനത്തിലെ വർധനവ് കണക്കാക്കാവുന്നതാണ്. പക്ഷേ രണ്ട് ശക്തികൾ തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുമ്പോൾ, അതിശക്തമായ മത്സരവും പ്രചരണവുമെല്ലാം നടക്കുമ്പോൾ പോളിംഗ് ശതമാനം ഉയരുക സ്വാഭാവികമാണ്. പക്ഷേ ഈ തരംഗം എങ്ങോട്ടാണ് ചായുന്നത്, ഈ പോളിംഗ് ശതമാനത്തിൻ്റെ ഉയർച്ച ആർക്കായിരിക്കും ഗുണമുണ്ടാകുന്നത് എന്നറിയേണ്ടതുണ്ട്. തീർച്ചയായും അതിന് മെയ് 4-ന് ഫലം വരുന്നതുവരെ കാത്തിരിക്കേണ്ടി വരും. എന്തായാലും അഭിപ്രായ സർവേകളെല്ലാം ഭൂരിഭാഗവും സൂചിപ്പിക്കുന്നത് തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നായിരുന്നു. പക്ഷേ BJP അധികാരം പിടിച്ചെടുക്കും എന്ന് പ്രവചിക്കുന്ന അഭിപ്രായ സർവേകളും സംസ്ഥാനത്ത് വന്നിരുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. എന്തായാലും ബംഗാളിൽ 15 വർഷം 2011 30 വർഷത്തെ ഈ കമ്മ്യൂണിസ്റ്റ് ഭരണം അവസാനിപ്പിച്ച് മമതാ ബാനർജി അധികാരം പിടിച്ചെടുത്തത്. തുടർന്ന് 2016-ലും 2021-ലും മമതാ ബാനർജി തുടർഭരണം നേടുന്ന സാഹചര്യമുണ്ടായി. 4ാം തവണയും ഭരണത്തിലേറാം, അല്ലെങ്കിൽ 4ാം തവണയും തുടർച്ചയായ ജനവിധി എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് മമതാ ബാനർജി ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം ഒരു പോരാട്ടത്തിൻ്റെ ദിനങ്ങളായിരുന്നു. SIR-നെ അവർ അതിനിശിതമായി വിമർശിച്ചിരുന്നു. കേന്ദ്രസേനയുടെ വരവിനെ അതിനിശിതമായി വിമർശിച്ചിരുന്നു. SIR സംസ്ഥാനത്തെ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുമെന്നും കേന്ദ്രസേനയുടെ സാന്നിധ്യം സംസ്ഥാനത്ത് വളരെ സുഗമമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ ഉപകരിക്കും
ഉണ്ടായിരിക്കുമെന്നുമൊക്കെയുള്ള വാദങ്ങൾക്കിടയിലും ഇതിനെ രണ്ടിനെയും അതിശക്തമായിട്ട് എതിർക്കുകയാണ് മമതാ ബാനർജി ചെയ്തത്. ആ എതിർപ്പിന് ഫലമുണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ എതിർപ്പ് തിരിച്ചടിയായിട്ടുണ്ടോ, ഇതെല്ലാമായിരിക്കും മെയ് 4-ന് പുറത്തു വരുന്ന ഫലം എടുത്തു പറയുക.